ഫസ്റ്റ് ഞാൻ എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക് എന്ന് ചോദിച്ചാലോ? ഫ്രണ്ട്സിനെ കുറിച്ച് ഉപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം, ചേട്ടാ വേണ്ട ഞാൻ ഇമോഷണലാവും, ഏറ്റവും വലിയ ആഗ്രഹമാണ് ഉപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഇന്നത്തെ ഡേ. അവരുടെ എഫേർട്ട് എനിക്കറിയില്ല എന്താണെന്ന്, പക്ഷെ അവർ ഭയങ്കര ഹാപ്പി. അറ്റ് ദ സെയിം ടൈം എൻ്റെ ലാസ്റ്റ് അല്ല, പക്ഷെ എൻ്റെ വീട്ടിൽ പോവാണല്ലോ. പിന്നെ അവളെല്ലാവർക്കും മനുഷ്യാണെങ്കിൽ ഇൻഡിവിജ്വലി എല്ലാവർക്കും വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു സ്ഥാനം, ഒരു റെസ്പെക്റ്റും എല്ലാവരും അത് കീപ്പ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടു നടക്കണ ഒരാളാണ് അൻഷ എന്ന് പറയുമ്പോൾ. എന്താ പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പറാണ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഓക്കെ ആവൂ, കാരണം എനിക്ക് വന്നിട്ട് ഭയങ്കര വൈബായിട്ട് എൻ്റെ സെയിം വൈബിലാവുകയാണെങ്കിൽ ഞാൻ ഓക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ ഭയങ്കര ഇൻട്രോവേർട്ടാ, സംസാരിക്കില്ല. ഞാനാണെങ്കിൽ എക്സ്ട്രീം എക്സ്ട്രോവേർട്ട്, അത് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്നോട് ഭയങ്കര കമ്പനിയാണ്, എനിക്ക് എന്തും പറയാ, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ കുറേ ദിവസങ്ങളുടെ ലൈക്ക് എൻഡിങ് ആയിട്ട് വന്നൊരു ഡേ ആണ്. എത്രയോ ദിവസത്തെ എഫേർട്ട്, പ്രിപ്പറേഷൻസ്, എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെയും ഇൻക്ലൂഡിങ് എല്ലാം കൂടിയിട്ടുള്ളൊരു അടിപൊളി ഡേ ആക്കാൻ വേണ്ടി മാക്സിമം ഞങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് സേവ് ദ ഡേറ്റിലാണെങ്കിലും ഞാൻ ആഗ്രഹിച്ച പോലെ എല്ലാം കിട്ടി. ഇതിപ്പോൾ എൻ്റെ മേക്കപ്പ് ലൈക്ക് എൻ്റെ റെഫറൻസ് ഉണ്ടായിരുന്നു, ആ റെഫറൻസ് എക്സാക്റ്റ് കിട്ടി. അതുപോലെ ഈച്ച് ആൻഡ് എവറിത്തിങ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ ഹോപ്പ് ഈ ഡേ ഭയങ്കര സ്പെഷ്യലായി ഭയങ്കര അടിപൊളിയായിട്ട് വൈൻഡ് ആവുന്നു. ഭയങ്കര ബോൾഡാണ്. ഞങ്ങൾക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വലത് കൈ തന്നെ പറയാം. അങ്ങനെയാണ് അവള്. നമുക്ക് കഴിവിന്റെ പരമാവധി അവളുടെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് മാക്സിമം അവൾക്ക് പറ്റണതൊക്കെ ചെയ്തു കൊടുക്കുന്നു.
ഞാനല്ല അവളുടെ ഒപ്പിച്ച്. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും ഒരുപാട് കൂടുതലാണ്, അതിലപ്പുറമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ജീവിതകാലം മുഴുവൻ ആ പ്രതീക്ഷ നിലനിൽക്കുന്ന റബ്ബിനോട് ദുആ ചെയ്യാണ്. ഞങ്ങൾക്കൊരു വിഷമമുണ്ട് അവള് പോകുമ്പോ, കല്യാണം കഴിഞ്ഞ് പോണ ആലോചിക്കുമ്പോ. ഹാപ്പി മാരീഡ് ലൈഫ് അൻഷ. ഞാൻ ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സാക്ട് ആളായിട്ട് തന്നെ എനിക്ക് കിട്ടി. അതിൽ ഫാമിലി ആയാലും നൗഫിക്ക് ആയാലും വാട്ട് ഐ വാണ്ട് ഐ ഗോട്ട്. ആ ഒരു സാധനം എനിക്ക് നല്ലപോലെ കിട്ടി.